students. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് ആണ് എടുക്കാൻ പോകുന്നത് കേട്ടോ. അതിലെ 5th ചാപ്റ്റർ ആയ എക്കണോമിക് സോഴ്സസ് എന്ന് പറഞ്ഞ ഈ ഭാഗമാണ് എടുക്കുന്നത്. അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, എന്താണ് എക്കണോമിക് സോഴ്സസ്? എന്താണ് എക്കണോമിക് സോഴ്സസ് അല്ലെ? സാമ്പത്തിക സ്രോതസ്സുകൾ അല്ലെ? You might have heard of the project Sambhurna, which collects and record all details related to every student of a school. Given below is a sample of the details of parents' occupation recorded by a teacher as part of Sambhurna. എന്താണ് പറഞ്ഞിരിക്കുന്നത്? സ്കൂളിലെ ഓരോ കുട്ടിയെയും സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും ശേഖരിച്ച് രേഖപ്പെടുത്തുന്നതിനായി നടപ്പാക്കിയ സമ്പൂർണ്ണ എന്ന പദ്ധതിയെ കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കുമല്ലോ അല്ലെ? സമ്പൂർണ്ണ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കൂളിലെ ഓരോ കുട്ടിയെയും സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും ശേഖരിച്ച് രേഖപ്പെടുത്തുന്ന ഒരു പദ്ധതിയാണ് എന്ത്? സമ്പൂർണ്ണ അല്ലെ? ഇതിന്റെ ഭാഗമായി ഒരു അധ്യാപിക തന്റെ ക്ലാസ്സിലെ കുട്ടികളുടെ രക്ഷിതാക്കൾ ചെയ്യുന്ന തൊഴിലുകൾ പട്ടികപ്പെടുത്തിയതിന്റെ ഒരു ഭാഗം ചുവടെ നൽകിയിരിക്കുന്നു. ഗിവൺ ബിലോ അല്ലെ? താഴെ തന്നിരിക്കുന്നത് എന്താണ്? ഒരു അധ്യാപക തന്റെ ക്ലാസ്സിലുള്ള കുട്ടികളുടെ രക്ഷിതാക്കൾ ചെയ്യുന്ന തൊഴിലുകൾ, അവരുടെ എന്താണ് ഒക്യുപ്പേഷൻസ് അല്ലെ? പാരന്റ്സ് ഒക്യുപ്പേഷൻ എന്താന്നുള്ളത് ടേബിൾ ആക്കിയിട്ട് എന്താണ് ഒരു ടീച്ചർ ചെയ്തത് താഴെ നൽകുന്നതാണ് അല്ലെ? നോക്കൂടെ. ഒക്യുപ്പേഷൻ എന്താണ്? തൊഴിലുകൾ അല്ലെ? എന്താണ്? ഫാമിംഗ് എന്താ? കൃഷിപ്പണി. എംപ്ലോയ്ഡ് അറ്റ് ഹോട്ടൽസ് എന്താണ്? ഹോട്ടൽ ജോലി. ടീച്ചിങ് എന്താ? അധ്യാപനം അല്ലെ? എംപ്ലോയ്ഡ് ഇൻ ഫാക്ടറീസ് എന്താ? ഫാക്ടറി തൊഴില്. ഗവൺമെന്റ് സർവീസ് എന്താ? സർക്കാർ ഉദ്യോഗം. മെഡിക്കൽ ഫീൽഡ് എന്താ? ചികിത്സ. ഇതൊക്കെയാണ് അല്ലെ ടീച്ചർ രേഖപ്പെടുത്തിയിരിക്കുന്ന ടീച്ചർ ക്ലാസ്സിലുള്ള ഒരു കുട്ടികളെ പാരന്റ്സിന്റെ ഒക്യുപ്പേഷൻ അല്ലെ? യു മേ ഫെമിലിയർ വിത്ത് ഓൾ ദീസ് ഒക്യുപ്പേഷൻസ് അല്ലെ? ഈ തൊഴിലുകളെല്ലാം നിങ്ങൾക്ക് പരിചയമാണല്ലോ. These are called economic activities because they generate income. There may be many such economic activities around you. Identify these and add to table 1. എന്താണ്? ഇവയെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്നാ പറയാ അല്ലെ? എക്കണോമിക് ആക്ടിവിറ്റീസ് എന്നാണ് ഈ ഒക്യുപ്പേഷൻസ് ഒക്കെ പറയാ അല്ലെ? എന്താണ്? ഇവയെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് വിളിക്കുന്നു അല്ലെ? നിങ്ങളുടെ ചുറ്റും ഇതുപോലെ അനേകം സാമ്പത്തിക പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടാവുമല്ലോ അല്ലെ? നിങ്ങളുടെ ചുറ്റും ഇതേപോലെ എക്കണോമിക് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടാവും അല്ലെ? അവ കണ്ടെത്തിയിട്ട് എന്താക്കുക? ടേബിൾ 1 എന്താക്കുക? വിപുലപ്പെടുത്തുക. ഓക്കെ, ടേബിൾ 1 എന്താണ്? ഇതാ ഇത്രയാണ് കൊടുത്തത് അല്ലെ? ഇനിയും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റൂല ഒക്യുപ്പേഷനിൽ. അപ്പൊ ഇനി എന്താക്കുക? നിങ്ങൾ കൊടുക്കുക. ഓക്കെ, ഇനി എന്താണ് പ്രവർത്തനം അല്ലെ? പിന്നെന്താണ്? ഇൻഡസ്ട്രി, സർവീസസ് അല്ലെ? വ്യവസായം, സേവനം അല്ലെ? ദ സെക്ടർ ഇൻവോൾവിംഗ് ആക്ടിവിറ്റീസ് മേക്കിംഗ് ഡയറക്റ്റ് യൂസ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ഈസ് കോൾഡ് പ്രൈമറി സെക്ടർ അല്ലെ? എന്താണ്? ഈ പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖല എന്താണ്? പ്രൈമറി സെക്ടർ എന്നറിയപ്പെടുന്നു അല്ലെ? എന്താണ്? ദ സെക്ടർ ഇൻവോൾവിംഗ് ആക്ടിവിറ്റീസ് മേക്കിംഗ് ഡയറക്റ്റ് യൂസ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ഈസ് കോൾഡ് പ്രൈമറി സെക്ടർ. പ്രൈമറി സെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? നാച്ചുറൽ റിസോഴ്സസ് ഡയറക്റ്റ് ആയിട്ട് എന്താണ്? പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന ആക്ടിവിറ്റീസിനെ അല്ലെ? പ്രവർത്തനത്തിനെയാണ് എന്ത്? ഈ പ്രൈമറി സെക്ടർ എന്ന് പറയുന്നത് കേട്ടോ. ആസ് ആക്ടിവിറ്റീസ് റിലേറ്റഡ് ടു അഗ്രികൾച്ചർ ഫോം എ മേജർ പാർട്ട് ഓഫ് ഇറ്റ്. This sector is called agricultural sector അല്ലെ? അപ്പൊ എന്താണ്? കൃഷിക്ക് കൂടുതൽ പ്രാധാന്യമുള്ളത് കൊണ്ട് എന്താണ്? ഇതിനെ അഗ്രികൾച്ചറൽ സെക്ടർ എന്ന് അറിയപ്പെടും അല്ലെ? കാർഷിക മേഖല എന്ന് അറിയപ്പെടുന്നു. These are economic activities that manufacture goods making use of the products of primary sector as the raw materials. Such activities fall under the secondary sector. എന്താണ്? ഈ പ്രൈമറി സെക്ടറിനെ ഉൽപ്പന്നങ്ങൾ, ഈ പ്രൈമറി സെക്ടറിലുള്ള ഉൽപ്പന്നങ്ങൾ എന്താണ്? ഈ എന്താണ്? മാനുഫാക്ചർ ഗുഡ്സുമായിട്ട് യൂസ് ചെയ്തിട്ട് ഉപയോഗിച്ചിട്ട് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലയാണ് എന്ത്? ഈ സെക്കൻഡറി സെക്ടർ അല്ലെ? പ്രൈമറി സെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ നാച്ചുറൽ റിസോഴ്സിന് ഡയറക്റ്റ് ആയിട്ട് നടത്തുന്ന എന്താ ആക്ടിവിറ്റീസ് ഉൾപ്പെടുന്ന മേഖലയാണ് എന്ത്? പ്രൈമറി സെക്ടർ. ഓക്കെ, ഇത് എന്താണ്? കൂടുതലും അവിടെ അഗ്രികൾച്ചർ ആണ് നടക്കുന്നതുകൊണ്ട് അതിനെ അഗ്രികൾച്ചറൽ സെക്ടർ എന്ന് അറിയപ്പെടും. ഓക്കെ, പിന്നെ എന്താണ്? ഈ സെക്കൻഡറി സെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പ്രൈമറി സെക്ടറിലെ പ്രോഡക്റ്റിന് എന്താണ്? മാനുഫാക്ചർ ഗുഡ്സും കൂടി ഉപയോഗപ്പെടുത്തിയിട്ട് എന്താണ്? ഉപയോഗപ്പെടുത്തിയിട്ട് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്ന ആ സെക്ടറാണ് എന്ത്? സെക്കൻഡറി സെക്ടർ എന്ന് പറയുന്നത് കേട്ടോ. ആസ് ഇറ്റ് ഗിവ്സ് more importance to industrial activities, it is also called the industrial sector അല്ലെ? എന്താണ്? ഇവിടെ വ്യവസായത്തിന് പ്രാധാന്യമുള്ള ഈ മേഖല എന്താണ്? ഈ ഇൻഡസ്ട്രിയൽ സെക്ടർ എന്ന് വിളിക്കൂ അല്ലെ?
സർവീസ് സെക്ടർ കളക്ട്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട്സ് പ്രോഡക്ട്സ് ഓഫ് പ്രൈമറി ആൻഡ് സെക്കൻഡറി സെക്ടേഴ്സ്. എന്താണ് ഇവിടെ പറയുന്നത്? ഈ പ്രൈമറി സെക്ടറും സെക്കൻഡറി സെക്ടറിലെയും ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതും വിതരണം ചെയ്യുന്നതും സർവീസ് സെക്ടറിന്റെ പ്രവർത്തനങ്ങളാണ് അല്ലെ. സർവീസ് സെക്ടറിന്റെ പ്രവർത്തനങ്ങളാണ് അല്ലെ. ഇവയ്ക്ക് പുറമെ എന്താണ്? ഇൻ അഡീഷൻ ടു ദീസ് എന്താണ് ഇവയ്ക്ക് പുറമെ? സർവീസ് സെക്ടർ ഇൻക്ലൂഡ്സ് എഡ്യൂക്കേഷൻ, ട്രാൻസ്പോർട്ട്, ബാങ്കിങ്, IT, etc. ടെറിട്ടറി സെക്ടേഴ്സ് ഇൻക്ലൂഡ്സ് ഓൾ സർവീസസ്. ഇറ്റ് ഈസ് കോൾഡ് സർവീസ് സെക്ടർ അല്ലെ. എന്താണ് ഇവിടെ പറയുന്നത്? ഈ ഇവയ്ക്ക് പുറമെ എന്താണ്? ഈ സേവന മേഖലയിൽ വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ അല്ലെ, പിന്നെ ട്രാൻസ്പോർട്ട് എന്താ ഗതാഗതം, ബാങ്കിങ് അല്ലെ, പിന്നെ IT തുടങ്ങിയവയും ഉൾപ്പെടുന്നുണ്ട് അല്ലെ. ഈ സർവീസ് സെക്ടർ എല്ലാം ചേർന്നതാണ് എന്ത്? ഈ സർവീസ് സെക്ടർ എല്ലാം കൂടി ചേർന്നാണ് എന്ത്? ടെറിറ്ററി സെക്ടർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ ആൻഡ് ടെറിറ്ററി സെക്ടർ ആണ് കേട്ടോ അവിടെ പറയുന്നത്. അപ്പം ഇത് എന്താണ്? ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് സർവീസ് സെക്ടർ എന്നും അറിയപ്പെടുന്നു. ഈ ടെറിറ്ററി സെക്ടറിനെ സർവീസ് സെക്ടറും എന്നും അറിയപ്പെടുന്നു. അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് നോക്കാനുള്ള എന്താ? പ്രൈമറി സെക്ടർ അല്ലെ. പ്രൈമറി സെക്ടറിൽ കൂടുതലായിട്ട് അഗ്രികൾച്ചറൽ സെക്ടർ ആണ് ഉണ്ടാകുന്നത്. പിന്നെ സെക്കൻഡറി സെക്ടറും പിന്നെ ടെറിറ്ററി സെക്ടറും ആണ് അല്ലെ. ഓക്കെ, പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെറിറ്ററി സെക്ടർ. ഓക്കെ, ദെൻ പ്രൈമറി സെക്ടറിൽ കൂടുതലായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്ന അഗ്രികൾച്ചറൽ സെക്ടറിലായതുകൊണ്ട് അത് അഗ്രികൾച്ചറൽ സെക്ടർ എന്ന് പറയുന്നത്. അഗ്രികൾച്ചറൽ ആയതുകൊണ്ട് ഈ സെക്കൻഡറിയിലാണെങ്കിലോ ഈ അവിടെ നടക്കുന്നത് കൂടുതൽ എന്താണ്? ഇൻഡസ്ട്രിയൽ ആയതുകൊണ്ട് അവിടെ ഇൻഡസ്ട്രിയൽ സെക്ടർ എന്ന് അറിയപ്പെടും അല്ലെ. ഇനി എന്താണ്? പിന്നെ മൂന്നാമത്തെ ടെറിട്ടറി സെക്ടറിന് എന്താണ്? സർവീസ് ആണ് അല്ലെ. അപ്പൊ അതിനെ എന്താണ്? സർവീസ് സെക്ടർ എന്നും അറിയപ്പെടും. ഓക്കെ, മനസ്സിലായല്ലോ. ഈസ് ദർ എനി എക്കണോമിക് ആക്ടിവിറ്റി ദാറ്റ് ഡസ് നോട്ട് ഫാൾ അണ്ടർ ദ പ്രൈമറി, സെക്കൻഡറി ഓർ ടെറിട്ടറി സെക്ടർ? ഡിസ്കസ്. എന്താണ് ഇവിടെ പറയുന്നത്? ഈ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെറിട്ടറി സെക്ടറിൽ ഉൾപ്പെടാത്ത ഏതെങ്കിലും സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഉണ്ടോ? ചർച്ച ചെയ്യുന്നതാണ് അല്ലെ. ഈ പ്രൈമറി സെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? നേരിട്ട് അല്ലെ, നാച്ചുറൽ റിസോഴ്സിന് നേരിട്ട് കിട്ടുന്നതാണ് എന്ത്? പ്രൈമറി സെക്ടർ. സെക്കൻഡറി സെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പ്രൈമറി സെക്ടറിൽ എന്താണ്? മാനുഫാക്ചറിങ് ഇതാക്കിയിട്ട് അല്ലെ, മാനുഫാക്ചറിങ് ഗുഡ്സ് എന്താണ് ഉപയോഗിച്ച് ഉൾപ്പെടുന്നതാണ് എന്ത്? പുതിയ ഉണ്ടാക്കുന്നതാണ് എന്ത്? സെക്കൻഡറി സെക്ടർ എന്ന് പറയുന്നത് അല്ലെ. പിന്നെന്താണ്? ഈ ടെറിട്ടറി സെക്ടർ എന്ന് പറയുന്നത് എന്താണ്? ഈ പ്രൈമറിയും സെക്കൻഡറി സെക്ടറിലെയും പ്രോഡക്റ്റ് കളക്ട് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് എന്ത്? ഈ ടെറിട്ടറി സെക്ടർ എന്ന് പറയുന്നത് കേട്ടോ. അത് സർവീസ് സെക്ടർ എന്നും അറിയപ്പെടും. അതാണ് കേട്ടോ. ഇനി എന്താണ് ചോദിച്ചത്? അപ്പൊ പ്രൈമറിയും സെക്കൻഡറിയും ടെറിട്ടറിയും സെക്ടറും ഉൾപ്പെടാത്ത വേറെ എന്തെങ്കിലും ഉണ്ടോ? അത് ചർച്ച ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, economic growth take place when primary, secondary and tertiary sectors functions as a whole. For example, raw cotton, a product of primary sector, is a raw material to the textile industry. The services of transport and communication are essential for supplying these products to the customers. All these are services of tertiary sector. അല്ലേ? എന്താണ് ഇവിടെ പറയുന്നത്? ഈ പ്രൈമറി സെക്ടറിലും സെക്കൻഡറി സെക്ടറിലും തൃതീയ എന്താണ്? ടെറിറ്ററി സെക്ടറിലും എന്താണ്? പരസ്പരം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴാണ് എന്ത്? ഈ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകുന്നത് അല്ലെ, സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്നത് അല്ലെ. ഒരു ഉദാഹരണം നോക്കാം. എന്താണ്? ഈ പ്രൈമറി സെക്ടറിലെ ഉൽപ്പന്നമായ കോട്ടൺ എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലെ, പരുത്തി അല്ലെ. പരുത്തി എന്താണ്? ഈ സെക്കൻഡറി സെക്ടറായ തുണി വ്യവസായ മേഖലയ്ക്ക് എന്താണ്? മാനുഫാക്ചറിങ് ഉണ്ടാക്കുന്നത് എന്താണ്? ഇവിടെ നോക്കൂ. സെക്ടർ ഈസ് raw material for the textile industry. The service of transport and communication are essential supplying these products to the customers. All these services of tertiary sectors. അല്ലെ. എന്താണ് പറയുന്നത്? ഈ പ്രൈമറിയും സെക്കൻഡറിയും ടെറിട്ടറിയും സെക്ടേഴ്സ് പരസ്പരം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴാണ് എന്ത്? ഈ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകുന്നത്. ഒരു ഉദാഹരണം നോക്കുക. ഈ പ്രൈമറി സെക്ടറിലെ ഉൽപ്പന്നമായ പരുത്തി സെക്കൻഡറി സെക്ടറിലെ തുണി വ്യവസായ മേഖലയ്ക്ക് അസംസ്കൃത വസ്തുവാണ് അല്ലെ. ഈ വ്യവസായ മേഖലയിലെ തുണി ആവശ്യക്കാർക്ക് എത്തിക്കുന്നതിന് എന്താണ്? ഈ ട്രാൻസ്പോർട്ടിന്റെ ആവശ്യമുണ്ട് അല്ലെ. ആ രംഗത്തെ സഹായങ്ങളും ആവശ്യമാണ് അല്ലെ. ഇവയെല്ലാം ഏതാണ്? ഈ ടെറിട്ടറി സെക്ടറിന്റെ സർവീസ് ആണ് അല്ലെ. മനസ്സിലായല്ലോ? എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ റോ കോട്ടൺ അല്ലെ, അത് കോട്ടൺ എന്താക്കുകയാണ്? അത് നാച്ചുറലിന് നേരിട്ട് നമുക്ക് കിട്ടുന്നതാണ് അല്ലെ. അതിനെന്താ? തുണിയാക്കണം എന്നുണ്ടെങ്കിൽ എന്താക്കും? സെക്കൻഡറിയിൽ പോകണം അല്ലെ. ഇനി സെക്കൻഡറിത്തെ ഇത് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം എന്താണ്? സപ്ലൈ ആണെങ്കിൽ എന്താണ്? ഈ ട്രാൻസ്പോർട്ട് വേണം അല്ലെ. ആ സർവീസ് എന്താണ്? ടെറിട്ടറി സെക്ടർ ആണ് അല്ലെ.
മനസ്സിലായല്ലോ. ഇനി look at the pictures depicting the interrelation among these sectors. Can you elicit from the picture how they are interrelated? എന്താണ് ഈ മേഖലകളുടെ പരസ്പര ബന്ധം കാണിക്കുന്ന ചിത്രം നോക്കൂ. ചിത്രങ്ങൾ ഉപയോഗപ്പെടുത്തി ഈ മേഖലകൾ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കണ്ടെത്തുമല്ലോ അല്ലെ. നോക്കിയേ, ഇവിടെ പ്രൈമറി സെക്ടറിലെ പ്രകൃതിയിൽ നിന്ന് നേരിട്ടിട്ട് എന്താണ് എടുക്കുകയാണ് അല്ലെ. അവിടെ നോക്കൂ, ഇത് ഇനി എന്താണ്, ഇത് സെക്കൻഡറി സെക്ടർ ആണ് അല്ലെ. എന്താണ്, ഇവിടുന്ന് കോട്ടൺ മില്ലിന്ന് ഇതൊക്കെ ഉണ്ടാക്കും. ഇവിടുന്ന് എന്താണ് കോട്ടൺ ഇവിടുന്ന് എടുത്തിട്ട് ഇവിടുന്ന് എന്താണ് വേറെ എന്തൊക്കെ ചേർത്തിട്ട് എന്താക്കുക, ഇവിടെ തുണിമില്ല് ഉണ്ടാക്കുകയാണ് അല്ലെ. ഇനി എന്താക്കുക, ഇവിടുന്ന് സർവീസ് ചെയ്യിക്കുന്നതാണ്, ടെക്സ്റ്റൈൽസിലും ഇതിലൊക്കെ എത്തിക്കുന്നത് എന്താണ് ടെറിട്ടറി സെക്ടർ ആണ് അല്ലെ. മനസ്സിലായല്ലോ എങ്ങനെയാന്നുള്ളത്. ഇപ്പൊ പ്രൈമറി സെക്ടറും സെക്കൻഡറി സെക്ടറും ടെറിട്ടറി സെക്ടറും എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നത് മനസ്സിലായില്ലേ. ഇനി you may find out another example showing the interrelationship between these sectors. എന്താണ്, മേഖലകളുടെ പരസ്പര ബന്ധം കാണിക്കുന്ന മറ്റൊരു ഉദാഹരണം കൂടി കണ്ടെത്താമല്ലോ അല്ലെ. എന്തൊക്കെയാണിത്? സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് CSO has classified the economic activities included in the primary, secondary and tertiary sectors. This is given in the following table. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെറിട്ടറി സെക്ടേഴ്സിൽ ഉൾപ്പെടുന്ന ഈ എക്കണോമിക് പ്രവർത്തനങ്ങളെ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് CSO വർഗീകരിച്ചിട്ടുണ്ട് അല്ലെ, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത് എന്താക്കുന്നത് താഴെയുള്ള ടേബിളിൽ കൊടുത്തിരിക്കുന്നു. എങ്ങനെയാ നോക്കിയേ, ഈ പ്രൈമറി സെക്ടറിന് അല്ലെ, ഈ പ്രൈമറി സെക്ടറിന് എന്താണ് അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ്, കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും ഒക്കെ പ്രൈമറി സെക്ടർ ആണ് അല്ലെ. പിന്നെ സെക്കൻഡറി സെക്ടർ ആണ് എന്താണ് ഇൻഡസ്ട്രി അല്ലെ, വ്യവസായം. പിന്നെന്താണ് പ്രൈമറി സെക്ടർ ആദ്യം നോക്കാം അല്ലെ. അഗ്രികൾച്ചറൽ അലൈഡ് ആക്ടിവിറ്റീസ് അല്ലെ, കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും. പിന്നെ ഫോറസ്ട്രി എന്താണ് വനപരിപാലനം. പിന്നെ ഫിഷിങ്, പിന്നെന്താ മത്സ്യബന്ധനം, മൈനിങ് എന്താണ് അത് ഖനനം അല്ലെ. അതൊക്കെ എന്താണ് നേരിട്ട് പ്രകൃതിയിൽ നിന്ന് എടുക്കുന്നതാണ് അല്ലെ. ഇനി നോക്കൂ, സെക്കൻഡറി സെക്ടറിൽ എന്തൊക്കെയാ ഇൻഡസ്ട്രി അല്ലെ, ജനറേഷൻ ഓഫ് ഇലക്ട്രിസിറ്റി അല്ലെ, വൈദ്യുതി ഉൽപാദനം, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ അല്ലെ, കെട്ടിട നിർമ്മാണം അല്ലെ, അതൊക്കെ സെക്കൻഡറി സെക്ടറിൽ പെട്ടതാണ് അല്ലെ. ഇനി ടെറിട്ടറി സെക്ടറിൽ എന്തൊക്കെയാ പെട്ടിരിക്കുന്നത്? ട്രേഡ് വ്യാപാരം, ട്രാൻസ്പോർട്ട് എന്താണ് ഗതാഗതം അല്ലെ, ഹോട്ടൽ എന്താണ് ഹോട്ടൽ എന്നല്ലേ, കമ്മ്യൂണിക്കേഷൻ, പ്രൊക്യൂർമെന്റ് എന്താണ് സംഭരണം, ബാങ്കിങ്, ഇൻഷുറൻസ്, ബിസിനസ്, റിയൽ എസ്റ്റേറ്റ്, സോഷ്യൽ സർവീസ് അല്ലെ. ഇതൊക്കെ എന്താണ് ടെറിട്ടറി സെക്ടേഴ്സ് ആണ് അല്ലെ. ഇനി എന്താണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്ന് പറഞ്ഞാൽ എന്താന്ന് നോക്കാം നമുക്ക്. CSO, an institution that works under the Ministry of Statistics and Program Implementation, MOSPI അല്ലെ. എന്താ കേന്ദ്ര സ്ഥിതി വിവര പദ്ധതി നിർവഹണ മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം. ഏതൊക്കെയാണ് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് എന്ത് അല്ലെ ഈ CSO എന്ന് പറയുന്നത്. എന്താണ് ഈ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാംസ് ഇംപ്ലിമെന്റേഷൻ എന്താണ് കേന്ദ്ര സ്ഥിതി വിവര പദ്ധതി നിർവഹണ മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണിത്. പ്രധാന ചുമതല ഇമ്പോർട്ടന്റ് ഫങ്ഷൻസ് അവർക്ക് എന്തൊക്കെയാണ്? കോർഡിനേറ്റ് ആൻഡ് അനലൈസ് ഡാറ്റ അല്ലെ, സ്ഥിതി വിവരണ കണക്കുകളുടെ സംയോജനവും വിശകലനവും നടത്തുക. പിന്നെ എന്താ പറയുന്നത്? കളക്ട് ഡാറ്റ ഓഫ് ഓൾ സെക്ടേഴ്സ് ആൻഡ് പ്രോസസ് ഇറ്റ് ഫോർ പ്ലാനിംഗ് പർപ്പസ്. എല്ലാ മേഖലകളിലെയും സ്ഥിതി വിവര കണക്കുകൾ ശേഖരിച്ച് ആസൂത്രണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന തരത്തിൽ ചിട്ടപ്പെടുത്തുന്നു. പിന്നെന്താണ്? എസ്റ്റിമേറ്റ് നാഷണൽ ഇൻകം യൂസിംഗ് ഡാറ്റ. എന്താണ്? സ്ഥിതി വിവര കണക്കുകൾ ഉപയോഗപ്പെടുത്തി ദേശീയ വരുമാനം കണ്ടെത്തുന്നത്. ഒക്കെ CSOന്റെ പണിയാണ് കേട്ടോ. ഓക്കെ, ഇനി നോക്കൂ. ദ ക്ലാസിഫൈ ദ എക്കണോമിക് ആക്ടിവിറ്റീസ് ഓഫ് റിവൈസ്ഡ് ടേബിൾ നമ്പർ 1 ഇൻ ദ ഫോളോയിങ് ടേബിൾ. എന്താണ് ഇവിടെ ഈ വിപുലപ്പെടുത്തി എഴുതിയ ഈ ടേബിൾ 1 സാമ്പത്തിക പ്രവർത്തനങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ എന്താണ് ക്രമീകരിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇവിടെ പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെറിട്ടറി സെക്ടർ അവിടെ നിങ്ങൾ എന്താക്കുക എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. ഓക്കെ, സെക്ടേഴ്സ് ആൻഡ് റിലേറ്റഡ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്. എന്താണ്? മേഖലകളും തൊഴിൽ ലഭ്യതയും അല്ലെ. Every occupation in our country falls under the primary, secondary and tertiary sector. In India, the availability of employment in primary, secondary and tertiary sectors varies. You can find an increased access to employment in some sectors while it is not so in the other sectors. Examine the table showing the percentage of employment availability in different sectors from 1993 to
2011 എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? മേഖലകളും തൊഴിൽ ലഭ്യതയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഈ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെറിട്ടറി സെക്ടേഴ്സിൽ ഉൾപ്പെടുന്നവയാണ് എന്ത്? നമുക്ക് ചുറ്റും കാണുന്ന എല്ലാ തൊഴിലുകളും. ഇന്ത്യയിൽ പ്രൈമറിയും സെക്കൻഡറിയും ടെറിട്ടറിയും സെക്ടേഴ്സിലെ തൊഴിൽ ലഭ്യത വ്യത്യസ്തമാണ് അല്ലെ. ചില മേഖലകളിലെ തൊഴിൽ ലഭ്യത കൂടി വരുമ്പോൾ മറ്റു ചില മേഖലകളിൽ എന്താണ് തൊഴിൽ ലഭ്യത കുറഞ്ഞു വരുന്നതായി കാണാം അല്ലെ. 1993 മുതൽ 2011 വരെ ഓരോ മേഖലയിലെയും തൊഴിൽ ലഭ്യത വിശദമാക്കുന്ന ടേബിൾ ഒന്ന് പരിശോധിച്ച് നോക്കിയേ. ഇതാണ് താഴെയുള്ള അല്ലെ. പെർസെന്റേജ് ഓഫ് എംപ്ലോയ്മെന്റ് അവൈലബിലിറ്റി ഇൻ ഈച്ച് സെക്ടേഴ്സ് അല്ലെ. ഇന്ത്യയിൽ ഓരോ സെക്ടേഴ്സിലും തൊഴിൽ ലഭ്യതയുടെ ശതമാനമാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. സെക്ടർ 1993-ലും 2005-ലും 2011-ലും അല്ലെ. പ്രൈമറി സെക്ടർ എന്താണ് 1993-ൽ എത്രയായിരുന്നു? 64.9 അല്ലെ. അത്രയും തൊഴിൽ ലഭ്യത അല്ലേ. 2005-ലായപ്പോ 56.5 ആയി. പിന്നെ 2011 ആയപ്പോ 53.2 അല്ലെ. ഈ സെക്കൻഡറി സെക്ടറിലോ 1993-ല് 14.2 ആയിരുന്നു, 2005-ല് 18.7 ആയി, 2011-ല് 21.5 ആയി അല്ലെ. ഇനി ടെറിട്ടറി സെക്ടറിലോ 20.9 ആയിരുന്നു 1993-ല് അല്ലെ. 2005-ലോ 24.8, 2011-ലായപ്പോ 25.3 ആയി അല്ലെ. ഇതാണ് അല്ലെ സോഴ്സ് എക്കണോമിക് സർവേ. ഇത് എന്താണ്? ഈ സർവേയില് 2012-2013-ലുള്ള സർവേയിലുള്ള ഇതാണ് അല്ലെ. റൈറ്റ് യുവർ ഫൈൻഡിങ്സ് ആഫ്റ്റർ അനലൈസിംഗ് ടേബിൾ 2 ബേസ്ഡ് ഓൺ ദ ഫോളോയിങ് ഇൻഡിക്കേറ്റേഴ്സ്. എന്താണ്? താഴെ കൊടുത്തിരിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ച്, സൂചനകൾ ഉപയോഗിച്ച് ഈ ടേബിൾ 2 വിശകലനം ചെയ്ത് നിങ്ങളുടെ നിഗമനങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് എന്താണ്? വിച്ച് സെക്ടേഴ്സ് ഷോസ് ആൻ ഇൻക്രീസ്ഡ് ട്രെൻഡ് ഇൻ ദ അവൈലബിലിറ്റി ഓഫ് എംപ്ലോയ്മെന്റ് അല്ലെ. എന്താണ്? ഏതെല്ലാം മേഖലകളിലെ തൊഴിൽ ലഭ്യതയാണ് വർദ്ധിച്ചു വരുന്നത്? വിച്ച് ഷോസ് ഇൻക്രീസ്ഡ് ട്രെൻഡ് അവൈലബിലിറ്റി ഓഫ് എംപ്ലോയ്മെന്റ്. ഏതൊക്കെ മേഖലയിലാണ് തൊഴിൽ വർദ്ധിച്ചു വരുന്നത്? ഏതാണ്? സെക്കൻഡറിയിലും ടെറിട്ടറിയിലും അല്ലേ. പ്രൈമറിയിൽ എന്താ? കുറഞ്ഞതാണ് അല്ലെ. പിന്നെന്താ അടുത്ത? വിച്ച് സെക്ടർ ഷോസ് ഹയസ്റ്റ് അവൈലബിലിറ്റി ഓഫ് എംപ്ലോയ്മെന്റ് ഇൻ ഓൾ പീരിയഡ്സ്. ഏത് മേഖലയിലാണ് തൊഴിൽ ലഭ്യത എല്ലാ കാലഘട്ടത്തിലും കൂടുതൽ? ഏത് മേഖലയിലാണ് തൊഴിൽ ലഭ്യത എല്ലാ കാലഘട്ടത്തിലും കൂടുതൽ? ഏതിലാണ്? അത് എഴുതുക കേട്ടോ. ഇനി എന്താണ്? ഹൗ മച്ച് ഈസ് ദ എംപ്ലോയ്മെന്റ് അവൈലബിലിറ്റി ഇൻ പ്രൈമറി സെക്ടേഴ്സ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദ അതർ 2 സെക്ടേഴ്സ് ഇൻ 2011. എന്താണ്? 2011-ൽ പ്രാഥമിക മേഖലയിലെ, അതായത് പ്രൈമറി സെക്ടറിലെ തൊഴിൽ ലഭ്യത മറ്റ് 2 സെക്ടേഴ്സിലെ തൊഴിൽ ലഭ്യതയേക്കാൾ എത്ര ശതമാനം കൂടുതലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. ഇനി നോക്കൂ ഇവിടെ. You have seen that the primary sectors has more employment opportunities than the other sectors. Here, agriculture and allied activities provide more employment opportunities. The food requirement of our country is met by primary sector. എന്താണ്? ഈ പ്രൈമറി, സെക്കൻഡറി, ടെറിട്ടറി സെക്ടേഴ്സിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്നത് പ്രാഥമിക മേഖലയാണെന്ന് കണ്ടുവല്ലോ അല്ലെ. ഇവിടെ കൃഷിയിലും അനുബന്ധ പ്രവർത്തനങ്ങളിലുമാണ് കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭിക്കുന്നത് അല്ലെ. ഇവിടെ കൃഷിയിലും അനുബന്ധ പ്രവർത്തനങ്ങളിലുമാണ് എന്ത്? കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭിക്കുന്നത് അല്ലെ. നമുക്ക് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഈ മേഖലയിലെ പ്രവർത്തനം വഴിയാണ് അല്ലെ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാകുന്നത് ഇതാണ് പ്രൈമറി സെക്ടറിലാണ് അല്ലെ. അപ്പൊ ഇവിടെ കൃഷിയിലും അനുബന്ധ പ്രവർത്തനങ്ങളിലുമാണ് കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭിക്കുന്നത് അല്ലെ. നമുക്ക് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഈ മേഖലയിലെ പ്രവർത്തനം വഴിയാണ് അല്ലെ. നമുക്ക് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നത് എവിടുന്നാണ്? ഈ പ്രൈമറി സെക്ടറിലെ പ്രവർത്തനം വഴിയാണ് അല്ലെ. ഇനി നമുക്ക് ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ. എന്താണ്? ഭക്ഷ്യോൽപാദനം അല്ലെ. ഇന്ത്യ ഹാസ് ബീൻ ഗിവിംഗ് ഇമ്പോർട്ടൻസ് ഡെവലപ്മെന്റ് ഓഫ് പ്രൈമറി സെക്ടർ സിൻസ് ഇൻഡിപെൻഡൻസ് അല്ലെ. സ്വാതന്ത്ര്യം ലഭിച്ചത് മുതൽ ഇന്ത്യ എന്താണ്? പ്രൈമറി സെക്ടറുടെ വികസനത്തിന് പ്രാധാന്യം നൽകിയിരുന്നു അല്ലെ. Well-planned activities have brought about much improvement in food grain production. There has been noticeable increase not only in employment opportunities but in food grain production as well. എന്താണ് ഇവിടെ പറയുന്നത്? ഈ
ഒരുപാട് എന്താണ് തൊഴിൽ സ്വാതന്ത്ര്യം ലഭിച്ച മുതൽ ഇന്ത്യ എന്താക്കി ഈ പ്രൈമറി സെക്ടറിലെ വികസനത്തിന് പ്രാധാന്യം നൽകിയിരുന്നു അല്ലെ. പിന്നെ ആസൂത്രണത്തോടെയുള്ള പ്രവർത്തനങ്ങൾ അല്ലെ നമ്മുടെ ഭക്ഷ്യോൽപാദന രംഗത്ത് ധാരാളം മാറ്റങ്ങൾ ഉണ്ടാക്കി അല്ലെ. നല്ല ആസൂത്രണത്തോട് കൂടിയുള്ള പ്രവർത്തനങ്ങൾ എന്താക്കി നമ്മുടെ ഈ ഭക്ഷ്യോൽപാദനത്തെ എന്താക്കി കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാക്കി അല്ലെ. ഗ്രെയിൻ പ്രൊഡക്ഷനിലെ ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷനിൽ എന്താ കൂടുതൽ കൂടുതൽ എന്താണ് ധാരാളം മാറ്റങ്ങൾ ഉണ്ടാക്കി അല്ലെ. തൊഴിലവസരങ്ങൾ വർദ്ധിക്കുക മാത്രമല്ല എന്താണ് ഈ ഭക്ഷ്യോൽപാദനവും ഗണ്യമായി വർദ്ധിച്ചു അല്ലെ. ഇന്ത്യയിൽ വിവിധ കാലഘട്ടങ്ങളിൽ എന്താണ് ഭക്ഷ്യോൽപാദന രംഗത്തുണ്ടായ മാറ്റം എന്താണ് വിശദമാക്കുന്ന ഡയഗ്രമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് അല്ലെ. ദിസ് ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ദ ട്രെൻഡ് ഇൻ ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ ഇൻ ഇന്ത്യ ഡ്യൂറിംഗ് ഡിഫറെന്റ് പീരീഡ്സ്. എന്താണ് ഇന്ത്യയിൽ വിവിധ കാലഘട്ടങ്ങളിൽ ഭക്ഷ്യോൽപാദന രംഗത്തുണ്ടായ ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ അല്ലെ അതിന്റെ രംഗത്തുണ്ടായ മാറ്റം വിശദമാക്കുന്ന ഡയഗ്രമാണ് നൽകിയിരിക്കുന്നത്. നോക്കൂ ചിത്രത്തില് ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ ഇൻ മില്യൺ ടൺസിലാണ് അല്ലെ. ഇവിടെ എന്താണ് സോഴ്സ് എക്കണോമിക് സർവേ 2012-13 അല്ലെ. ഇത് ഇയർ ആണ് കേട്ടോ. ഇത് ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ ഇൻ മില്യൺ ടൈംസ് അല്ലെ. ഇവിടെ നമുക്ക് 1970-71 എത്രയാണ് 108.4 അല്ലെ. ഇവിടെ 1991 എത്രയാണ് 176.4 അല്ലെ. പിന്നെ 2000 to 2001 196.8 അല്ലെ. 2011 to 2012 എത്രയാണ് 257.4 അല്ലെ. ഇതെന്താണ് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ ഇന്ത്യയിലുള്ള ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷനിലുള്ള ഡിഫറെന്റ് പീരീഡ്സിന് അല്ലെ മാറ്റമാണ് ഇത് അല്ലെ. അതെന്താ ഇന്ത്യയിൽ വിവിധ കാലഘട്ടങ്ങളിൽ ഈ ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷനിൽ രംഗത്തുണ്ടായ മാറ്റം വിശദമാക്കുന്ന ഡയഗ്രമാണ് എന്ത് നൽകിയിരിക്കുന്നത്. നിങ്ങൾ കണ്ടല്ലോ അല്ലെ. ഇനി നോക്കൂ വാട്ട് ടൈപ്പ് ഓഫ് ചേഞ്ച് ഡസ് ദ ഡയഗ്രാം ഇൻഡിക്കേറ്റ്. ഈ ഡയഗ്രാം ഏത് തരത്തിലുള്ള മാറ്റമാണ് ഈ ഡയഗ്രാം സൂചിപ്പിക്കുന്നത്. എന്ത് ടൈപ്പിലുള്ള മാറ്റമാണ് ഏത് തരത്തിലുള്ള മാറ്റമാണ് ഈ ഡയഗ്രാം സൂചിപ്പിക്കുന്നത്. ഈ ഭക്ഷ്യോൽപാദന രംഗത്തുള്ള ഏത് തരത്തിലുള്ള മാറ്റമാണ് ഈ ഡയഗ്രാം സൂചിപ്പിക്കുന്നത്. The diagram states that there is a steady progress in food production in India, but poverty still persists in various parts of India. Even after the increased food production, what may be the reason? എന്താണ് ഇവിടെ പറയുന്നത്. ഇന്ത്യയിൽ ഭക്ഷ്യോൽപാദനം വർദ്ധിച്ചു വരുന്നു എന്ന് ഡയഗ്രത്തിൽ നിന്ന് വ്യക്തമാണ് അല്ലെ. ഇന്ത്യയിൽ എന്താണ് ഭക്ഷ്യോൽപാദനം വർദ്ധിച്ചു വരുന്നു എന്ന് ഡയഗ്രത്തിൽ നിന്ന് വ്യക്തമാണല്ലോ അല്ലെ. ഭക്ഷ്യോൽപാദനം വർദ്ധിച്ചിട്ടും ഇന്ത്യയിൽ പല പ്രദേശങ്ങളിലും ദാരിദ്ര്യം നിലനിൽക്കുന്നുണ്ട് അല്ലെ. പോവേർട്ടി നിലനിൽക്കുന്നുണ്ട് അല്ലെ. എന്തൊക്കെയാവും ഇതിന്റെ കാരണങ്ങൾ അല്ലെ. അപ്പൊ എന്താണ് ഈ ഭക്ഷ്യോൽപാദനം ഇന്ത്യയിൽ കൂടുതലാണെന്ന് അവിടെ കാണിച്ചിട്ടുണ്ട് അല്ലെ. പക്ഷെ പല ഭാഗത്ത് എന്താണ് ഈ പോവേർട്ടി അല്ലെ ദാരിദ്ര്യം ഉണ്ട് അല്ലെ. അപ്പൊ അത് എന്തുകൊണ്ടാകും ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും. ഡിഫക്ട്സ് ഇൻ ഡിസ്ട്രിബ്യൂഷൻ അല്ലെ. എന്താണ് വിതരണത്തിലെ അപാകത അല്ലെ. പിന്നെ ലോ പൊട്ടൻഷ്യൽ ഓഫ് ഇൻഡിവിജ്വൽസ് ടു പർച്ചേസ് ഗുഡ്സ്. എന്താണ് സാധനങ്ങൾ വാങ്ങുവാനുള്ള വ്യക്തിയുടെ ശേഷിക്കുറവ് അല്ലെ. സാധനങ്ങൾ വാങ്ങാനുള്ള വ്യക്തിയുടെ ശേഷിക്കുറവൊക്കെയാണ് അതിന്റെ കാരണം അല്ലെ. പോവർട്ടിക്കുന്നതിനൊക്കെ കാരണം അല്ലെ. Food security is attained when there is adequate availability of food to the needy. അല്ലെ. എന്താണ് ഈ ഭക്ഷ്യവസ്തുക്കൾ ആവശ്യക്കാർക്ക് ആവശ്യാനുസരണം ലഭ്യമാകുമ്പോഴാണ് എന്ത് ഭക്ഷ്യസുരക്ഷ സാധ്യമാവുന്നത് അല്ലെ. Food security exists when all people at all times have physical and economic access to sufficient nutritious food to meet the dietary needs and food preference for a active and healthy life. എന്താണ് ഈ ഭക്ഷ്യവസ്തുക്കൾ ആവശ്യക്കാർക്ക് ആവശ്യാനുസരണം ലഭ്യമാകുമ്പോഴാണ് ഇത് ഭക്ഷ്യസുരക്ഷ സാധ്യമാകുന്നത് അല്ലെ. എല്ലാ ജനങ്ങൾക്കും എല്ലാ കാലത്തും സജീവവും ആരോഗ്യകരവുമായ ജീവിതം നയിക്കുന്നത് ആവശ്യമായത്ര പോഷകപ്രധാനമായ ഭക്ഷണം ലഭിക്കുന്നതിനുള്ള ഭൗതികവും സാമ്പത്തികവുമായ പ്രാപ്തി ഉറപ്പുവരുത്തുന്ന അവസ്ഥയാണ് എന്ത് ഭക്ഷ്യസുരക്ഷ. ടീച്ചർ ഒന്നും കൂടി പറഞ്ഞുതരാം. എന്താണ് ഭക്ഷ്യവസ്തുക്കൾ ആവശ്യക്കാർക്ക് ആവശ്യാനുസരണം ലഭ്യമാകുമ്പോഴാണ് എന്ത് ഈ ഭക്ഷ്യസുരക്ഷ സാധ്യമാകുന്നത് അല്ലെ. എല്ലാ ജനങ്ങൾക്കും എല്ലാ കാലത്തും സജീവവും ആരോഗ്യകരവുമായ ജീവിതം നയിക്കുന്നതിന് ആവശ്യമായത്ര പോഷകപ്രധാനമായ ഭക്ഷണം ലഭിക്കുന്നതിനുള്ള ഭൗതികവും സാമ്പത്തികവുമായ പ്രാപ്തി ഉറപ്പുവരുത്തുന്ന അവസ്ഥയാണ് എന്ത് ഈ ഭക്ഷ്യസുരക്ഷ എന്ന് പറയുന്നത് കേട്ടോ. By analyzing the definition of food security, what conclusion do you arrive? ഈ നിർവചനം വിശകലനം ചെയ്താൽ ഭക്ഷ്യ സുരക്ഷയെ പറ്റി എന്തൊക്കെ കണ്ടെത്താം. All people should get food അല്ലെ. എല്ലാ ജനങ്ങൾക്കും ഭക്ഷണം ലഭിക്കണം. പിന്നെ food should be
made available at all times. അല്ലെ, എല്ലാ കാലത്തും ഭക്ഷണം ലഭിക്കണം. പിന്നെ എന്തൊക്കെയാന്നുള്ളത് നിങ്ങൾ എഴുതുക കേട്ടോ. നോക്കൂ, ഇവിടെ എന്താ പോവർട്ടി എന്താണെന്നുള്ളത് നോക്കാം നമുക്ക് അല്ലെ. ദാരിദ്ര്യം, പോവർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ദാരിദ്ര്യം അല്ലെ. As per the recommendation of the Planning Commission, the people in urban areas whose intake of nutritious food is less than 2100 calories and those in rural areas whose intake of nutritious food is less than 2400 calories experience poverty. The Economic Survey 2011 to 12 states that the percentage of poverty in India is 29.8. Bihar with the highest of 53.5%. Himachal Pradesh with the lowest of 9.5%. Kerala has a poverty rate of 12%. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഈ പ്ലാനിംഗ് കമ്മീഷന്റെ അല്ലെ, ആസൂത്രണ കമ്മീഷന്റെ ശുപാർശ പ്രകാരം ഈ നഗരപ്രദേശങ്ങളിൽ 2100 കലോറിയിൽ താഴെ പോഷകാഹാരം ലഭിക്കുന്നവരും ഗ്രാമപ്രദേശങ്ങളിൽ 2400 കലോറിയിൽ താഴെ പോഷകാഹാരം ലഭിക്കുന്നവരും ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ് അല്ലെ. എന്താണ് ഈ ആസൂത്രണ കമ്മീഷന്റെ അല്ലെ, പ്ലാനിംഗ് കമ്മീഷന്റെ ഈ ശുപാർശ പ്രകാരം എന്താണ്? നഗരത്തിൽ അർബൻ ഏരിയാസിൽ അല്ലെ, അർബൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നഗരത്തിൽ അല്ലെ. നഗരത്തിൽ പ്രദേശങ്ങളിലെ നഗരപ്രദേശങ്ങളിൽ 2100 കലോറിയിൽ താഴെ പോഷകാഹാരം ലഭിക്കുന്നവരുമാണ്. ഗ്രാമപ്രദേശങ്ങളിലാണെങ്കിലോ റൂറൽ ഏരിയാസ് അല്ലെ, ഗ്രാമപ്രദേശം എന്ന് പറഞ്ഞാൽ റൂറൽ ഏരിയാസിലാണെങ്കിൽ എന്താണ് പറയുന്നത്? 2400 കലോറിന്റെ താഴെ പോഷകാഹാരം ലഭിക്കുന്നവരുമാണ് എന്ത്? ദാരിദ്ര്യം അനുഭവിക്കുന്നവരല്ലേ, അവരാണ് അല്ലെ. ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ്. ഈ 2400 കലോറി താഴെ പോഷകാഹാരം ലഭിക്കുന്നവരും ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ് അല്ലെ. 2011-12 സാമ്പത്തിക സർവേ പ്രകാരം ഇന്ത്യയുടെ ദാരിദ്ര്യം 29.8 ആണ്, പെർസെന്റേജ് ആണ് അല്ലെ. 2011-12 സാമ്പത്തിക സർവേ പ്രകാരം എന്താണ്? ഇന്ത്യയുടെ ദാരിദ്ര്യം എന്താണ്? 29.8% ആണ് അല്ലെ. ഏറ്റവും കൂടുതൽ ബീഹാർ 53.5% ആണ് അല്ലെ. കൂടുതൽ എന്താണ്? ബീഹാറിനാണ് അല്ലെ. എത്രയാണ്? 53.5% അല്ലെ. ഏറ്റവും കുറവ് ഹിമാചൽ പ്രദേശ് 9.5%. ഏറ്റവും കുറവ് ഹിമാചൽ പ്രദേശ് ആണ് ദാരിദ്ര്യത്തിൽ 9.5% ആണ് അല്ലെ. കേരളത്തിലാണെങ്കിലോ 12% ആണ് പോവേർട്ടി അല്ലെ. ഓക്കെ, ഇനി എന്താ ഈ ബോക്സിലുള്ളത് നോക്കിയേ. സെൽഫ് സഫിഷ്യൻസി ഇൻ ഫുഡ് എന്താണ്? ഭക്ഷ്യ സ്വയം പര്യാപ്തത അല്ലെ. If a country is able to produce sufficient food to meet with the requirements of its people, it can be considered as self-sufficient in food അല്ലെ. ഒരു രാജ്യത്തിന് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ ആ രാജ്യത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുന്നെങ്കിൽ ആ രാജ്യം ഭക്ഷ്യോൽപാദനത്തിൽ സ്വയം പര്യാപ്തമാണെന്ന് പറയാം അല്ലെ. എന്താണ്? ഒരു രാജ്യത്തിന് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ ആ രാജ്യത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുന്നുവെങ്കിൽ ആ രാജ്യം ഭക്ഷ്യോൽപാദനത്തിൽ സ്വയം പര്യാപ്തമാണെന്ന് പറയാം. ഓക്കെ, ഇനി അടുത്ത ഭാഗം ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇതേവരെ എടുത്ത ഭാഗങ്ങളൊക്കെ നന്നായി വായിക്കുക, പഠിക്കുക കേട്ടോ. അതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.